ഹലോ, അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 500 ml ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാലിക്ക് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പകുതി കണ്ടൻസ് മിൽക്കും പകുതി പഞ്ചസാരയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്കിത് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ച ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വിടാണ്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇത് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. തിക്കായി വരുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ വനില ഫ്ലേവറിലുള്ളത് തന്നെയാണ്. എന്നാലും നമുക്ക് ഈ ഒരു വനില എസൻസ് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് പോയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് നന്നായിട്ട് തണുത്ത് വന്നതിൻ്റെ ശേഷം മാത്രം നമുക്കിതൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചത് പാകത്തിനുള്ള തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് തിക്നെസ് കൂടുതൽ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ആപ്പിള് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് ഒരു 1/4 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുത്തിട്ടുള്ളത് അനാറാണ്. അനാറും ഇതുപോലെ ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതായപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറൊന്ന് തണുപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ കറക്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്